വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ തിരുവചനങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയാണ് വചനം നമുക്ക് കാണിച്ചു നൽകുക. ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര മഹത്തരവും ആനന്ദകരവുമായ കാര്യം! അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാം ഒന്നായിരിക്കുവാൻ വേണ്ടി. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരുടെ വചനം മൂലം യേശുവിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാൻ പോകുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവിടുത്തെ ശിഷ്യരും ഒന്നായിരിക്കണമെന്നാണ് അവിടുത്തെ പ്രാർത്ഥന. ഈശോ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നത് എത്രയോ സന്തോഷകരമാണ്. ഈശോയുമായി എനിക്ക് എന്തുമാത്രം വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ്. എന്നെ സ്നേഹിക്കുന്നവനുമായി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുമായി, ഞാനുമായി ഒന്നാകാൻ ആഗ്രഹിക്കുന്നവനുമായി എനിക്കുള്ള ബന്ധം എന്താണ്? നമ്മെ ജീവിക്കുന്ന അർത്ഥാവായ ശംശനികരെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.